സാറേ ചായ. അല്ല സാറേ, ഈ തിരക്കഥ എന്ന് പറയുന്നത് ഈ തിരക്കിട്ട് എഴുതുന്ന കഥ എന്നല്ലേ എന്റെ അർത്ഥം? അല്ല, അത് നേരത്തെ എനിക്ക് അറിയാമായിരുന്നെങ്കിലും സാർ ഒരു തിരക്കൂലാണ്ട് ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോ എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. താൻ കല്യാണമൊക്കെ കഴിച്ചാണോ? പിന്നെ കഴിച്ചു, 2 കഴിച്ചു. ആ, എന്റെ സംഗീതഭ്രമം വരുത്തി വെച്ചൊരു വിനയ സാറേ ഇത്. അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. അവളുമാരെ പേര് കേട്ടപ്പോ ഞാനങ്ങ് വീണുപോയി. ഒരുത്തിയുടെ പേര് എസ് ജാനകി, മറ്റുള്ള പേര് പി സുശീല. അത് കൊള്ളാമല്ലോ. പേര് മാത്രമേ ഉള്ളൂ സാറേ, സംഗീതം ഇല്ല. രണ്ടിനെ സംഗീതം പഠിപ്പിച്ച് ഞാൻ മടുത്ത്. വാസനയില്ല സാറേ. എന്റെ പിള്ളേരെങ്കിലും എന്റെ പേര് കളയാതിരുന്നാ മതിയായിരുന്നു. എത്ര കുട്ടികളുണ്ട്? ആകെ 3 പേരാ. മൂത്തവൻ എസ് ജാനകിയുടെ മകനാ, ഇളയരാജ. പി സുശീല കഴിഞ്ഞ മാസം ഇരട്ട പ്രസവിച്ചേ ഉള്ളൂ. 2 ആൺകുഞ്ഞുങ്ങളാ. എന്ത് പേരിട്ടു? എന്ത് പേരിട്ടെന്ന്? ലക്ഷ്മികാന്ത് പ്യാരിലാൽ. എന്തേ? ആ, ഇന്ന് ഇത്രയും മതി. എനിക്ക് കുറച്ച് ജോലി. അയ്യോ, സ്വർണ്ണമേണ്ടുകളിൽ രാഗചാരുതയിൽ മൂകവീഥികളിൽ മഞ്ഞിൻ പൂമഴയിൽ, സ്വർണ്ണമേണ്ടുകളിൽ രാഗചാരുതയിൽ മൂകവീഥികളിൽ മഞ്ഞിൻ പൂമഴയിൽ ഒരു കുളിരലയിളകി, അതിലൊരു മലരിളകി. മപധ ഗമപ ഗമരി ഗരി പഗരിശ ധനനധീം ധനനധീം ധീരന, ധനനധീം ധനനധീം ധീരന. വിണ്ണിൻ കൈകൾ കതിരുകൾ തൂകി, മണ്ണിൻ മൗനം മധുസ്വരമായി. വിണ്ണിൻ കൈകൾ കതിരുകൾ തൂകി, മണ്ണിൻ മൗനം മധുസ്വരമായി. പ്രേമവാഹിനികൾ പാടുന്നു, പുഷ്പവല്ലരികളാടുന്നു. പ്രേമവാഹിനികൾ പാടുന്നു, പുഷ്പവല്ലരികളാടുന്നു. ധിരനധീന്ത ധിരനധീന്ത സാമഗപമധപസ ധപസ ധനനധീം ധനനധീം ധീരന, ധനനധീം ധനനധീം ധീരന. താഴ്വാരങ്ങൾ അരുണിമ ചാർത്തി, തളിർവാടങ്ങൾ കുടകൾ നിവർത്തി. താഴ്വാരങ്ങൾ
അരുണിമ ചാർത്തി തളിർവാടങ്ങൾ കുടകൾ നിവർത്തി ദേവഭാവനകൾ പൂക്കുന്നു മാരിവില്ലൊളികൾ പാകുന്നു ദേവഭാവനകൾ പൂക്കുന്നു മാരിവില്ലൊളികൾ പാകുന്നു. യു ക്യാരി ഓൺ പ്ലീസ്. ഐ ആം സോറി. സാർ, വിശ്വനാഥ സാർ അല്ലേ? അതെ. എന്നെ അറിയോ? പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എറണാകുളത്ത് വെച്ച്. ഞാൻ എവിടെയാ പഠിച്ചത്. അത് ശരി. എന്താ പേര്? ശ്യാമ. ശ്യാമ. മേനോ സാറിന്റെ ചന്ദ്രന്റെ സിസ്റ്റർ അല്ലേ? അതെ. എങ്കിലും നേരത്തെ പറഞ്ഞൂടെ? ഞാൻ നിങ്ങളുടെ ഒരു അതിഥിയല്ലേ. എന്ന് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? വല്ലപ്പോഴും, മറന്നു പോകാതിരിക്കാൻ. ആരായി പാട്ട് പാടിയിരിക്കുന്നത്? നല്ല സ്വരം. ഹരി. ശരി, കാണാം. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. ഗുഡ് മോർണിംഗ് സർ. സിനിമാക്കാർക്കും ഇങ്ങനെ ചില നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ? സിനിമാക്കാരാണെങ്കിൽ നേരെ അങ്ങ് ഓടിപ്പോവും. ഇതുപോലെ വഴിയിൽ വന്ന് അണച്ചു കുത്തിയിരിക്കില്ല. തനിക്ക് ചെറുപ്പായതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നും. എന്റെ ഈ പ്രായം വരുമ്പോ നിങ്ങളൊന്നും ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല. എന്റെ സ്ഥിരം റൂട്ടാണിത്. ഓടി വന്ന് കുറച്ച് സമയം ഇവിടെ ഇരിക്കും, പിന്നെ തിരിച്ച് നടന്നങ്ങ് പോവും. ആ, താനും വാ, ഒരു കൂട്ടായല്ലോ. വിശ്വൻ ഇന്നലെ ശ്യാമയെ പരിചയപ്പെട്ടു അല്ലേ? ആ. അവൾ ഇന്നലെ മുഴുവൻ കരച്ചിലായിരുന്നു. എന്തു പറ്റി? ഹരിയെ കുറിച്ച് അവളോട് ചോദിച്ചോ? ഹരിയെ കുറിച്ചൊന്നും ചോദിച്ചില്ല. ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേട്ടപ്പോ അത് ആരാണ് പാടിയെന്ന് ഞാൻ ശ്യാമയോട് ചോദിച്ചു. ഹരിയാണെന്ന് പറഞ്ഞു. കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. ഹരിയെ കുറിച്ച് എന്തെങ്കിലും ഒരു മെൻഷനിങ് ഉണ്ടായാൽ മതി, അവൾ അന്ന് മുഴുവൻ മൂഡ് ഔട്ടാ. അയ്യോ സർ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചോദിച്ചല്ല. നോ നോ, ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ഫാൾട്ട്. ഇനി കണ്ടുമുട്ടുമ്പോ ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പറയാൻ. വരൂ. ഹരി ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമയുടെ അവന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ 2 വർഷമാകുമായിരുന്നു. ആരായി ഹരി? എന്റെ സഹോദരിയുടെ മകൻ. ഹരിയുടെ പ്രസവത്തോട് അവൾ മരിച്ചു. അളിയൻ പിന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. 1-2 വർഷത്തേക്കൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പോ അയാൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഹരി പിന്നെ ഞങ്ങളുടെ കൂടെയാണ് വളർന്നത്, എന്റെ സ്വന്തം മകനെ പോലെ. എന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ചന്ദ്രനേക്കാളും ശ്യാമയെക്കാളും സ്നേഹം ഹരിയോടായിരുന്നു. ഹരി ഇപ്പൊ എവിടെയുണ്ട്? ഒരു ബൈക്ക് ആക്സിഡന്റിൽ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. അപകടമുണ്ടായിട്ട്
3 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഹരി ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു. ശ്യാമ പിന്നീട് കോളേജിൽ പോയിട്ടില്ല. ഒക്കെ വിധിയാണ്. കമോൺ, വരൂ. രഥോത്സവം. കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം വിശ്വനാഥൻ. സീൻ നമ്പർ 1. പ്രഭാതം. രഥങ്ങൾ നിരന്നു കിടക്കുന്ന ക്ഷേത്രാങ്കണം. പശ്ചാത്തലത്തിൽ ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. തദരീ നനാനേ താനീ തദരീ നന താലനേ താനേ രോമാഞ്ചം. ഓ, എന്റെ സംഗീതം കൂടി ഉണ്ടെങ്കിൽ ഈ പടം കലക്കും. തദരീ ഞാൻ സാറിന്റെ ഈ കഥയിലെ 1-ാമത്തെ രംഗം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയായിരുന്നു. രാഗം ആനന്ദഭൈരവി. ഒരു ലേശം അപശ്രുതി തോന്നിയില്ലേ? സ്വല്പം തോന്നണം. അതെ, ആനന്ദഭൈരവി രാഗം മിശ്രജാപ്പ താളത്തിൽ പാടുമ്പോ ശ്രുതി തെറ്റണം. അതാ എന്റെ ശരി. നീ ആരോട് ചോദിച്ചിട്ട് എന്റെ സ്ക്രിപ്റ്റ് എടുത്ത്? ഞാൻ ചോദിക്കാൻ വന്നപ്പോഴേക്കും സാറോടാൻ പോയി. മേലിൽ ഞാനില്ലാത്തപ്പോൾ എന്റെ മുറിയിൽ കയറുകയോ അവിടെ നിന്നൊരു കഷ്ണം കടലാത്തെടുക്കുകയോ ചെയ്താൽ എന്റെ സ്വഭാവം മാറും. നിനക്ക് കാള കളിക്കാനുള്ളതല്ല ഞാൻ എഴുതി വെക്കുന്ന സാധനം, മനസ്സിലായോ? ചായ ഉണ്ടാക്കിയോ? ഇല്ല ഇല്ല, ഇപ്പൊ ഉണ്ടാക്കാം. നിനക്കവിടെ ഈ ശവപ്പെട്ടി ഇവിടെ എടുത്തോണ്ട് പോ. ശവപ്പെട്ടിയോ? ഇതെന്റെ ചോറാണ് സാറേ. പോയി ചായ ഉണ്ടാക്കി. എന്താ ഇവിടെയൊക്കെ? ഒക്കെ ഒന്ന് കാണാൻ. പുതിയ പടത്തിന്റെ പശ്ചാത്തലം ഇതൊക്കെയാണ്. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി വെച്ചു. എന്താ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നത്? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. സം പേഴ്സണൽ പ്രോബ്ലംസ്. ഓർമ്മകളില്ലേ അവസാനം വന്ന പടം? ഇപ്പൊ 2.5 വർഷമായി കാണൂല്ലേ? ശ്യാമയ്ക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. സഞ്ചരിക്കുന്ന ഫിലിം എൻസൈക്ലോപീഡിയ. ഞങ്ങൾ സാറിന് ഫിലിം എല്ലാം കാണുമായിരുന്നു. ഹരിയാണെങ്കിൽ 2-3 തവണ കാണും. ഒരിക്കൽ കോളേജിലെ ഫിലിം ക്ലബിൽ വെച്ച് ഓർമ്മകൾ ബോറാണെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഹരി തല്ലുക കൂടി ചെയ്തു. എന്നായി അമ്പലത്തിലെ രഥോത്സവം? അടുത്ത മാസം. എന്താ? എന്റെ പുതിയ പടത്തിന്റെ പേര് രഥോത്സവം. ഇവിടെ ഇങ്ങനെ വർഷാവർഷം രഥോത്സവം നടത്താൻ
പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വല്ല ഐതിഹ്യമോ കഥകളോ എന്തെങ്കിലും? ഉണ്ട്. എന്താ ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. ഒന്ന് തൊഴുതിട്ട് വരട്ടെ, ഒരു 10 മിനിറ്റ്. ബോറടിക്കൂ? ബോറടിക്കും, എന്നാലും കാത്തു നിൽക്കാം. കഥ കേൾക്കണ്ടേ? ഒരു രാജാവിന്റെ വകയായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം പണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട്. അതെ. രാജാവിന് ഒരേ ഒരു മകൾ, മങ്കമ്മ, അതിസുന്ദരി. അവളുടെ ജാതകത്തിനൊരു ദോഷം, വിവാഹം നടക്കില്ല. മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് വരന്മാരെല്ലാം മരിക്കാൻ തുടങ്ങി. രാജാവും മങ്കമ്മയൊക്കെ ആകെ സങ്കടപ്പെട്ട് കഴിയുമ്പോഴാണ് സുന്ദരനായ ഒരു രാജകുമാരൻ വിവാഹാലോചനയുമായി വന്നത്. അന്ന് രാത്രി മങ്കമ്മയ്ക്ക് സ്വപ്നത്തിലൊരു ദർശനമുണ്ടായി. 41 ദിവസം ദേവന്റെ മുമ്പിൽ ചെമ്പരത്തി പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ വിവാഹം നടക്കുമത്രേ. അവൾ മറ്റാരും അറിയാതെ 41 ദിവസം അർച്ചന നടത്തി. വിവാഹത്തിന്റെ അന്ന് യമദേവൻ രാജകുമാരനെ കൊണ്ട് കടന്നു കളഞ്ഞെന്നും ദേവൻ പിന്നാലെ രഥത്തിൽ പാഞ്ഞു ചെന്ന് കുമാരനെ രക്ഷിച്ചെന്നും വിവാഹം നടത്തിയെന്നൊക്കെയാണ് ഐതിഹ്യം. അന്നു മുതലാണ് വിവാഹപ്രായമായ പെൺകുട്ടികൾ ദേവൻ അർച്ചന ചെയ്യാൻ തുടങ്ങിയത്. ദേവനാള് വീരനാണല്ലോ. ഒരു വൺമാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് ബ്യൂറോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ശക്തിയുള്ള ദേവനാ. രഥോത്സവം ഒരു നേർച്ചയായി നടത്തിയാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നാ വിശ്വാസം. ഞാൻ വരട്ടെ? കേറുന്നില്ലേ? ഇന്നില്ല, ഇന്നത്തെ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ശ്യാമേ, വിവാഹപ്രായമൊക്കെ ആയില്ലേ? ഒരു 41 ദിവസം ചെമ്പരത്തിപ്പൂവൊക്കെ സംഘടിപ്പിച്ച് ദേവനെ ഒന്ന് മണിയിരിക്കാമായിരുന്നില്ലേ? എന്റെ പ്രാർത്ഥന മാത്രം ദേവൻ കേട്ടില്ല. ശ്യാമ, ഞാനത് വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. ഐ എം സോറി. ഓ സാരമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി റൂമിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അതോത്ത് കരയരുത്. ഇല്ല. ശ്യാമ പോയിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശ്യാമ എന്താ ഈ വഴിയൊക്കെ? വെറുതെ. വരൂ. ഇരിക്കൂ. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയായിരിക്കും അല്ലേ? അല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാണ്. ഇതൊക്കെ എന്നും ആരോ തുടച്ചു വെക്കാറുണ്ടല്ലേ? വേറെ ആരുമല്ല, ഞാൻ തന്നെ. സാർ പാടോ? ഏയ്, അതുകൊണ്ടല്ല. ഹരി എനിക്കിഷ്ടമാണ്. ഹരി പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടു. ഐ ലൈക്ക് ഹിം. ഇപ്പൊ ഹരി ഉണ്ടായിരുന്നെങ്കിൽ സാറിന്റെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, സ്ക്രിപ്റ്റ് എഴുതി തീരാറായോ? ഇല്ല, കാൽഭാഗം പോലും ആയിട്ടില്ല. എഴുതിയ അത്രയും എനിക്കൊന്ന് വായിക്കാൻ തരുമോ? അത് പിന്നെ ഒരു കുഴപ്പമില്ല, നാളെ തന്നെ തിരിച്ചു തന്നേക്കാം. അയ്യോ, അതുകൊണ്ടല്ല. എന്റെ കൈയക്ഷരം ഭയങ്കര ബോറാ. എഴുതി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ വായിക്കാൻ പറ്റാതാവും. ജസ്റ്റ് മിനിറ്റ്.
സൗകര്യം പോലെ വായിച്ചിട്ട് തിരിച്ചു തന്നാ മതി. താങ്ക് യു. ഞാനൊരു പ്രത്യുപകാരം ചെയ്യാം. നല്ല അക്ഷരത്തിൽ ഇതിന്റെ ഒരു കോപ്പി എടുത്തു തരാം. അയ്യോ, അത് ശ്യാമയ്ക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? നോക്കട്ടെ. അല്ല, ഇനി ഒരല്പം ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഒരു കോപ്പി എടുത്ത് തരണം. അതിന് പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ. ഞാൻ പോട്ടെ. ഞാനിവിടെ വന്ന കാര്യം അച്ഛനും ചേട്ടനൊന്നും അറിയരുത്. അതെന്താ? ഞാൻ ഈ വീട്ടിൽ വരുതെന്നാണ് അവരുടെ ഓർഡർ. മറ്റൊന്നുമല്ല, ഈ വീണയും തബലയൊക്കെ കാണുമ്പോ ഞാൻ ഹരിയെ ഓർക്കൂത്രേ. അതിന് ഞാൻ ഹരിയെ മറന്നിട്ട് വേണ്ടേ? മറക്കാത്തതൊക്കെ ഓർമ്മ വയ്ക്കാൻ ഇതിന്റെയൊക്കെ സഹായം വേണം. പറയരുത് കേട്ടോ.